സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തുന്ന അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന പരിപാടിയിൽ നടന്മാരായ മോഹൻലാലും കമലഹാസനും പങ്കെടുക്കില്ല. ഇരു താരങ്ങളും തങ്ങളുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ട് സർക്കാരിനെ അറിയിച്ചതായാണ് വിവരം. മമ്മൂട്ടി ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മോഹൻലാൽ ദുബായിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കമലഹാസനും തൻ്റെ വ്യക്തിപരമായ തിരക്കുകൾ സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. മമ്മൂട്ടിയായിരിക്കും ചടങ്ങിലെ മുഖ്യ അതിഥി. വൈകിട്ട് 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം മറ്റ് വകുപ്പ് മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക പരിപാടിയും നടത്തും. ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം മുൻ പേജ് പരസ്യം നൽകി വൻ പ്രചാരണമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദം പൊള്ളയാണ് എന്നുള്ള വിമർശനവും ശക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി സർക്കാർ നടത്തുന്ന പ്രഹസനമാണ് ഇത് എന്നുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. നിയമസഭയിൽ രേഖകൾ പ്രകാരവും സംസ്ഥാനത്ത് ഇപ്പോഴും ഇത്തരം കുടുംബങ്ങളുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലെ കണക്കുകളിലെ വൈരുദ്ധ്യം ചോദ്യം ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷവും. സഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും സഭയിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് എന്നും വി.ഡി. സതീശൻ പറയുകയാണ്. ഇത് പൊള്ളയായ പ്രഖ്യാപനമാണ്. കേരളത്തിൽ ഇപ്പോഴും പട്ടിണി മരണം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള PR വർക്കാണ് സർക്കാർ നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സഭയോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എല്ലാ പത്രങ്ങളിലും പരസ്യമുണ്ട് എന്നും എടുത്തു കാണിച്ചു. അതിദാരിദ്ര്യ കേരള പ്രഖ്യാപനം തട്ടിപ്പാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സഭ ചേർന്നത് ചട്ടം ലംഘിച്ചു എന്നും പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9 തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഇതിനെ പ്രതിപക്ഷം എതിർക്കുക തന്നെയായിരുന്നു. കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കേരളം ഒരു പുതുയുഗ പിറവിയിലാണ്. സജീവ ജനപങ്കാളിത്തത്തോടെയാണ് പ്രക്രിയ നടന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചു. അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുതിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടു. പങ്കാളിത്ത അധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും ഇതിൻ്റെ പേരിലും കോടികൾ ആണ് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടും.